ഇങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കേണ്ട തക്കാളിയുടെ ഇല ഇങ്ങനെ ആവുന്നുണ്ടോ? അതെ, ഇതാണ് തക്കാളിയിലെ ലീഫ് കേൾ വൈറസ്. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെടിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ മൊത്തം പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവും. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഇവനാണ്. ഇവര് ചെടിയുടെ നീരൂറ്റി കുടിക്കും, എന്നിട്ട് അടുത്ത ചെടിയിൽ പോയിട്ട് പിന്നെയും നീരൂറ്റി കുടിക്കും. ഈ നീരൂറ്റി കുടിക്കുന്നത് വഴി ഒരു ചെടിയിൽ നിന്ന് അടുത്ത ചെടിയിലോട്ട് ഈ രോഗം സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് വന്ന ചെടികളെ നമ്മൾ പറിച്ചൊഴിവാക്കുക. ഒന്നും നോക്കരുത്, 100% നമ്മൾ അപ്പം തന്നെ പറിച്ചൊഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ഒരു ചെടി ഉണ്ടെങ്കിൽ ഇതേപോലെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുണ്ടെങ്കിൽ അത് അടുത്ത ചെടികളിലോട്ട് വരാനും സ്പ്രെഡ് ആവാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. 2, ഇനി നിങ്ങൾക്ക് പറിച്ചു മാറ്റാൻ അത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ കൺട്രോൾ ചെയ്യാനായിട്ട് വെർട്ടിസീലിയം പോലത്തെ സാധനങ്ങൾ സ്പ്രേ കൊടുക്കുക. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിലാക്കിയിട്ട്, ഇനി ലിക്വിഡാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിലാക്കിയിട്ട് നന്നായിട്ട് സ്പ്രേ കൊടുക്കുക. അതുപോലെ വേപ്പ് ബേസ് ചെയ്തിട്ടുള്ള നിംബിസിഡിൻ പോലത്തെ അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം പോലത്തെ സാധനങ്ങൾ നമ്മൾ റെഗുലറായിട്ട് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഇങ്ങനെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ കൺട്രോൾ ചെയ്യാൻ പറ്റും.